Hi girls, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വ്ളോഗ് കുക്കിംഗ് മാത്രമാക്കണ്ട എല്ലാം ആകാം, സംസാരവും കാര്യങ്ങളും ഒക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഇങ്ങനെ നിന്ന് അങ്ങോട്ട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസം ആയല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ ഫ്രോസൺ ആണ്. ഇവിടെ അല്ലാത്ത ഫ്രഷ് വാങ്ങാൻ കിട്ടും. ഞങ്ങൾ ഒരു ദിവസം കട ഗോകുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ പാകിസ്ഥാനി അല്ല, ഇവിടെ ഉള്ളവർ തന്നെയാണ്, ഇവിടെയാണ് ജനിച്ച് വളർന്നതൊക്കെ. പുള്ളിക്കാരെ ഹിന്ദിയാണ് സംസാരിക്കുന്നത്, എന്തോ ഒരു ലാംഗ്വേജ് അവർ പറയുന്നേക്കാം, എനിക്കറിയില്ല. ഞാൻ ഒരിക്കൽ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പുറത്തു പോയ സമയത്ത് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഫ്രോസൺ ചെമ്മീനാണ്. 15 ദിറത്തിന് 4 കിലോ ചെമ്മീൻ അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ 2 വട്ടം ഞാൻ അത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഇങ്ങനെ ഇരുന്ന അപ്പോൾ എടുത്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ചന്ദനമഴയിൽ അമൃതയുടെ കണക്ക് ഒരുങ്ങിയൊക്കെ നിന്നിട്ട് ഇത് ചെയ്യുന്നത്. സംഭവം ഞാൻ വൈകുന്നേരമല്ല, ഉച്ചയായപ്പോഴേ ഇന്ന് ഷോപ്പിൽ പോയി. ഇന്ന് സൺഡേ ആണ് കേട്ടോ, ഉച്ചയല്ല വൈകുന്നേരമാണ് ഇന്ന് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നത്. കാര്യം ഇന്നലെ വീക്കെൻഡ് ആയിരുന്നല്ലോ. വീക്കെൻഡ് ആയിരുന്നുകൊണ്ടിട്ട് എൻ്റെ ഗോകുവിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോയപ്പം 3 മണി 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കിടന്നപ്പോഴത്തേന് 6 മണിയൊക്കെ കഴിഞ്ഞു. എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നപ്പോഴത്തേന് 6 മണി ആയിട്ടുണ്ടായിരുന്നു. സോ എണീറ്റപ്പോൾ അതനുസരിച്ച് താമസിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാനും ഇന്ന് ഗോകു വൈകുന്നേരമായപ്പോഴാണ് പോയത്. അതുകൊണ്ട് ഷോപ്പിൽ നമുക്ക് സ്റ്റാഫ് ഉണ്ട് കേട്ടോ. ആനന്ദുണ്ട്, സ്റ്റാഫല്ല, നമുക്ക് അനിയനാണ് അവൻ. അപ്പോൾ അവനുള്ളതുകൊണ്ടിട്ട് ഗോകുവിന് ഭയങ്കര മടിയാണിപ്പോൾ പോവാൻ. പ്രത്യേകിച്ച് ഞാനും പിള്ളേരൊക്കെ വന്നിട്ടില്ല. അതുകൊണ്ടിട്ട് ഗോകു പോകുമ്പോൾ ഞാനും കൂടെ പോകാറുള്ളത്. ഇന്ന് ഞാനും കുഞ്ഞു ബേബിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പോയിരുന്നു. കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടിട്ട് എല്ലാം മടക്കി ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ 12 മണിക്ക് വരാം. ഇപ്പം സമയം 12 മണി കഴിഞ്ഞു. എന്നും ഞാൻ ഈ ഒരു സമയത്താണ് വരാറുള്ളത്. ഇന്ന് ഞാൻ നേരത്തെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രാവിലെ ചോറ് ഉണ്ടാക്കിയില്ല. അന്ന് ഞങ്ങൾ പുറത്തും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ചോറും ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ചെമ്മീൻ ഇരിക്കുന്നല്ലോ, അതങ്ങ് തുണിയൊക്കെ മടക്കി കഴിഞ്ഞപ്പോഴത്തേന് ബാലൻസ് ഇരുന്നെടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. രാത്രി പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടാക്കി പരീക്ഷിക്കുമ്പോൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്ന അത്രേ ഉള്ളൂ. ഇപ്പം എനിക്ക് ഭയങ്കര പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ വീഡിയോയിലൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഒരിക്കൽ ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി, പിന്നെ ചിക്കൻ ബിരിയാണി, ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. വീഡിയോയിലൊന്നും ഇട്ടിട്ടില്ല. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത് എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അത് ചെമ്മീൻ ബിരിയാണിയായിരുന്നു. എന്തൊരു ഓരോന്നും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തു. പിള്ളേരൊക്കെ ഉള്ള സമയത്ത് വീഡിയോ എടുത്തു. ഇന്നിപ്പോൾ ഗോകു വന്നിട്ടില്ല. ഞാൻ സ്റ്റാൻഡിൽ വെച്ചേക്കാണ് ഫോണ്. ഇനി ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നല്ല ബിരിയാണി അല്ല കേട്ടോ, ചെമ്മീൻ റൈസ്. സത്യത്തിൽ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ഒരുവിധം എല്ലാം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ഷാൻജിയോ ഉണ്ടല്ലോ, ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. എനിക്കത് അമ്മുവാണ് പറഞ്ഞു തന്നത്. പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, പുള്ളിക്കാരൻ പറഞ്ഞു തരുന്ന രീതികളൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുമെന്ന്. സത്യമാണ്. അതുകൊണ്ടിട്ട് പുള്ളിക്കാരൻ്റെ വീഡിയോ എടുക്കാണ്ട് പോകാനൊക്കെ ചെയ്യുന്നത്. ഒരുവിധമൊക്കെ എനിക്ക് കുക്കിംഗ് അറിയാം. എന്നാലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതാണെങ്കിൽ യൂട്യൂബിനെ സെർച്ച് ചെയ്തിട്ട് അതനുസരിച്ചാണ് ചെയ്യാറുള്ളത്. ഇപ്പം ചെമ്മീൻ ക്ലീൻ ചെയ്യുക, തല എടുക്കുന്നില്ല, അതിൻ്റെ ഭാഗം അത് കരിച്ച് ഫ്രോസൺ അല്ലേ. സോ ഇത് സംഭവം നല്ല ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഈ ഫ്രോസൺ ആയതുകൊണ്ടിട്ട്. ചെമ്മീൻ്റെ രുചിയൊന്നും എനിക്കിതുവരെ ഫീൽ ചെയ്തില്ല. നമ്മുടെ ഇവിടെ ഫ്രഷ് ചെമ്മീൻ വാങ്ങാൻ കിട്ടും. മാളിലോ ഫിഷ് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നല്ല ഫ്രഷ് ചെമ്മീൻ വാങ്ങാൻ കിട്ടും. അന്നേരം നല്ല ഫ്ലേവർ ഉണ്ടാവാറുണ്ട്. ഇതിനെനിക്ക് അത്ര ഫ്ലേവറായിട്ട് തോന്നിയില്ല. ഫ്രോസൺ ആയതുകൊണ്ടായിരിക്കാം. എന്നാലും വെറുതെ എടുത്ത് വാങ്ങിയത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾ വാങ്ങിയിട്ടൊന്നും വലിയ കാര്യത്തിൽ വാങ്ങിക്കൊണ്ടൊന്നും അമ്മ ഓടിച്ചില്ലെന്നേ ഉള്ളൂ. നമുക്കൊന്നും വേറെ പണിയില്ല, നീ ഒന്നും മീൻ വാങ്ങാൻ പോകണ്ട എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നെ മീൻ വാങ്ങാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് പോയി. ഇപ്പം തന്നെ 4 മിനിറ്റ് ഞാൻ സംസാരിച്ച് വെറുതെ കളഞ്ഞു. പിന്നെ ഇത് ഉണ്ടാക്കുന്ന കറക്റ്റ് മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിരുന്നാൽ മതി, കിട്ടും. പിന്നെ എനിക്കത്
അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും. ഞാൻ ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഗോഗു വരും. പിന്നെ ആ ക്വസ്റ്റ്യൻ എന്തെങ്കിലും സംസാരിക്കാൻ വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. വരുമെങ്കിൽ ഞങ്ങളുടെ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനും ഉണ്ടാക്കാൻ പോണത്. എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്നൊക്കെ ഉള്ളത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. സോ സമയമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ. നമ്മുടെ സംസാരം കേൾക്കാനും നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാനും താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. ഞാൻ ആദ്യമേ എടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയരുത് എൻ്റെ ടൈം നീ കാരണം വേസ്റ്റായി എന്നൊരു തോന്നൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്. ഞാൻ ഫോൺ കുറച്ച് നേരം കുത്തിയിടുകയും കൂടെ ചെയ്യട്ടെ. ഹലോ ഗൈസ്, ഞാന് വാഷിംഗ് മെഷീനകത്ത് ഡ്രസ്സ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സൗണ്ട് ഉണ്ടാവും. അതാ ഗോപി പറഞ്ഞത് നിറച്ച് ടിന്നുകളുണ്ടെന്ന്. ഗോകുലെന്താ പറഞ്ഞത് എന്തോ മധുരമുള്ള ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യ. സത്യത്തിൽ ഞാൻ ഇത് കണ്ടിരുന്നു. അത് കേക്കാണെന്ന് തോന്നുന്നു. കേക്ക് ഞാൻ കഴിക്കട്ടു. വേറെ ഒരു ടേസ്റ്റ് പിടിക്കുന്നത് അറിയാൻ വയ്യ. നമുക്ക് പറ്റുന്ന ടേസ്റ്റ് സംഭവം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എടുക്കാന്ന് വെച്ചു. പക്ഷെ ബനാന കേക്ക് കൊള്ളാം. കേക്ക് കൊള്ളാം. ഇതുണ്ടോ ഒന്നും അറിയണം. ഈ ബ്ലൂ കളറിലെ ഡബ്ബാസ് ഉണ്ടോ, ഇതെല്ലാം ഗോകുപ്പ് കൊണ്ടുവന്നതാ. ഏതോ അറബി വീട്ടിൽ നിന്ന് കൊടുത്തതാ. അവർ ഫുഡ് എടുത്ത് വെച്ചിട്ട് വിളിക്കും. ഇന്ന് സൺഡേ ഇല്ലേ, അതായിരിക്കും അല്ലേ അമ്മ? ഒരു ഉമ്മയുണ്ട്, ഒരു അറബിയാണോ അവരത് മിസ്രിയാണ്. എന്തായാലും ആ ഉമ്മ എടുത്ത് കൊടുക്കുന്നതാണ്. ഇവർ ഇടയ്ക്കിടയ്ക്കിനോട് പറയാനുണ്ട് അറബി വീട്ടിൽ നിന്ന് ഫുഡ് കിട്ടിയെന്ന് പറയാനുണ്ട്. ഞാൻ ഇവിടെ വന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉള്ളപ്പോൾ കൊണ്ടുവരുന്നത്. നിറയെ ഐറ്റംസ് ഉണ്ട്. ഒന്ന് കാണിച്ചു കൊടുക്കൂ. നിറയെ ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആനന്ദ് വരുമോ പിള്ളേർക്കുള്ള റൈസും കൂടെ കാണും. ബിരിയാണി അല്ല അത്, മജ്ഹൂദോ അതാണെന്ന് തോന്നുന്നു. മധുഹൂദോ ആ ഐറ്റമാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണെന്ന് വെച്ചാൽ പിള്ളേർ വന്നിട്ട് എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് അന്നേരം പറയാം. അതെനിക്ക് തോന്നുന്നു കേസരി പോലെ ഐറ്റമാണെന്ന് തോന്നുന്നു. സംഭവം കഴിച്ചിട്ട് എന്താണ് എന്ന് പറയാം. കാണുമ്പോ അറിയാൻ വയ്യ. ഈ അറബിക് ഫുഡാണോ ഇപ്പൊ എല്ലാം? ഇതെവിടെ നൂഡിൽസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ എന്തോ ഒരു ഐറ്റം ആണ്. എല്ലാം സൂം ചെയ്ത് കാണിച്ചിട്ട് ആനന്ദ് വരട്ടെ. കേക്ക് കൊള്ളാട്ടോ, എനിക്കിഷ്ടായി. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടല്ലോ അതിന്റെ ഒരു ഇത് ബനാന കേക്കാണ്. ഇല്ല, നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഡബ്ബാസ്. ആ ബ്ലൂ കളറിൽ അടപ്പുള്ള എല്ലാം കാശിക്ക് ഡ്രസ് ഇട്ട് കൊടുത്തിട്ടില്ല. ഭയങ്കര ചൂടാ. എനിക്ക് ഈ ഡ്രസ്സിൽ എങ്ങനെയാണ് ഊരിപ്പോരുന്ന ഗോകു ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്യാമോ? പറ്റത്തില്ല. കഴിക്കാൻ പാടാ, നീ കഴിക്കാൻ പാടാ. കൂട്ടത്തിൽ കുറച്ചെനിക്ക് കിട്ടും. പിള്ളേർ കഴിക്കാനെങ്കിൽ അറിയില്ല. അതുകൊണ്ട് ഞാൻ അരിയാണെങ്കിൽ ഒരു കിലോ അടുപ്പിച്ചില്ലായിരുന്നു, 3/4 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നുള്ളൂ. ഇന്നലെയൊക്കെ എടുത്തതിൻ്റെ ബാലൻസ് ആണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഉള്ളതെല്ലാം ഉണ്ടാക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ കഴിക്കാമല്ലോ ഒന്ന്, അധികം ആവത്തില്ല. ഇപ്പം സമയം 12 മണിയായാലും ഉണ്ടാക്കി കഴിയുമ്പോൾ 2 മണി എന്തായാലും ആവും. അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് എടുത്തുകൊണ്ടിട്ട് ഞാൻ മൊത്തം എടുത്ത് വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ബാസ്മതി റൈസാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ചെമ്മീൻ റൈസിന് മറ്റേ ഈ ചെറിയ അരിയാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ടേസ്റ്റ്.
അറിയത്തില്ല, വീഡിയോ കണ്ടിട്ടുള്ളത് എല്ലാവരും ചെറിയ അരി വെച്ചിട്ടാണ് ആക്കിയേക്കുന്നത്. ഇനി ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. എങ്ങനെയുണ്ട് ഫുഡൊന്ന് കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാം കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മുടെ ടേസ്റ്റുമായിട്ട് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പിള്ളേരെ കഴിക്കും കേട്ടോ, ആനന്ദൊക്കെ കഴിക്കും. കേക്ക് കഴിക്കാമല്ലോ, കഴിച്ചിട്ട് ബാക്കി പറയാം. ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. വേണം, എടുത്തു തരുമോ? നമുക്ക് ആദ്യമേ കൊഞ്ച് ഫ്രൈ ചെയ്യണം. ഇവിടെ കൂടുതൽ പറയൂ. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇതിൻ്റെ അടപ്പ് വലുതായിട്ട് തുറന്നിട്ടില്ല. അതാ എനിക്ക് വീഡിയോ എടുക്കുന്ന ഞാനങ്ങ് പോയി. ഞാൻ കൊഞ്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് ഉപ്പും കൂടി ഇട്ടിട്ട് 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എണ്ണ തിളയ്ക്കുമ്പോൾ അതിനകത്തിട്ട് ഇട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. സാധാരണ നമ്മൾ ഇത്രയും കൊഞ്ചുണ്ട് കേട്ടോ. ഇത്രയും ഇളക്കാനാണ് എന്തൊരു പാടാണ്. 1 മണിക്കൂർ എടുത്ത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രോസൺ ആയതുകൊണ്ടിട്ട് നമ്മുടെ ആ സ്കിന്നിൻ്റെ അകത്ത് അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, മീറ്റ് കൂടിയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു. ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ ഓയിലിൽ തന്നെ വേണം നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇനി പച്ചമുളക് ചേർക്കില്ല. നമ്മുടെ തക്കാളി, സവോളയും കറിവേപ്പിലയും മല്ലിയിലയും, ഇതാണ് മെയിൻ ഐറ്റംസ്. പിന്നെ തേങ്ങ തിരുമിയതും ചേർത്ത് കൊടുക്കുന്ന കണ്ടു. തേങ്ങ തിരുമിയത് പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ മേടിച്ച് വെക്കും. ഓയിൽ ഞാൻ അധികം എടുത്തിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കും. ഇനി ഇത്രയും ഉള്ളതുകൊണ്ടിട്ട് ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. മൊത്തത്തിനകത്തിട്ടങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ചെറിയ കൊഞ്ച് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കൊഞ്ചല്ല. കുറവാണ്. നമ്മുടെ വെളിച്ചെണ്ണ ആകുമ്പോഴേ ഒരുപാട് എണ്ണ കുടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ സൺഫ്ലവർ ഓയിലുമ്പോൾ തോനെ എണ്ണ കുടിക്കാത്ത പോലെ ഫീൽ ചെയ്തു. ഞാൻ പോയി ഇത് വാഷ് ചെയ്ത് വെച്ചിട്ട് എനിക്കങ്ങനെ കുഴപ്പമില്ല. എടുക്കുന്ന പാത്രങ്ങൾ അന്നേരം കഴുകി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പോലെ ഞാൻ അതുകൊണ്ട് കഴുകി വെച്ചിട്ടേ പോരാ. കഴിഞ്ഞ് ഇളക്കിയാ ടു ഫാസ്റ്റ്. ഞാൻ വെളുത്തുള്ളിയായിട്ട് മൽപ്പിടുത്തമാണ്. അതിന്റെ തൊലി എടുത്തോളാൻ വേണ്ടിട്ട്. പടാ പിന്നെന്താ നീ ചെയ്തേ? ആ തൊലി എടുത്ത് കളയാൻ നോക്കിയതാ. ഞാൻ അവൻ തൊലി എടുത്ത് കളഞ്ഞോളന്ന്. ആരാധക കണ്ണടപ്പിക്കുന്ന രീതിയിലുള്ള വെട്ടൽ. ഇഞ്ചിയല്ലേ, ഇഞ്ചിന്റെ തോല് എന്തൊക്കെ കാട്ടുണ്ട്. മല്ലിക്ക് ശേഷം ഇഞ്ചിയിൽ ആനന്ദം കണ്ടെത്തുണ്ടോ? അത് ഡയലോഗ് ഹിറ്റായിരുന്നു. ആരും എടുത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാ നീ പറഞ്ഞത്? മല്ലി വെട്ടുന്നതില് ചേച്ചി ആനന്ദം കണ്ടെത്തുന്നുണ്ടോ? അതാണ് നമ്മുടെ കൊഞ്ച് ഫ്രൈ ആയി വന്നില്ല. നല്ല രീതിക്ക് ഡീപ്പായിട്ട് ഫ്രൈ ആയി വരട്ടെ. എണ്ണ അധികമാണ്. അല്ലെങ്കിൽ ഇത് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ട്, നീ എണ്ണ ഒഴിക്കുന്ന കൂടുന്നുണ്ടെന്ന്. ഈ ചാത്തന്മാര് ഫ്രൈ ആക്കും. ഇത് നമ്മളെ ബഹുമാനപ്പെട്ട ഇർഫാനെ. മുജിക്ക് ശേഷം ഇർഫാനും പെണ്ണ് കെട്ടാൻ ഒരുങ്ങിക്കാണ്. എന്നാലും പെണ്ണുങ്ങളുണ്ടെങ്കിൽ പറയാ, നല്ല കുട്ടികളുണ്ടെങ്കിൽ. 19. ഇർഫാൻ ഒരു 9ന്റെ കണക്കാട്ടോ. അല്ല വയസ്സില് നോക്കട്ടെ അടികൊണ്ടേ. വെളുത്തുള്ളിയോ? ഇർഫാനോ? ഇർഫാൻ ഇളക്കി കാട്ടിക്ക, ഒന്ന് ഇളക്കി കാട്ടിക്ക. കഴിഞ്ഞ പ്രാവശ്യം കൊഞ്ച് കഴിച്ചത് നീയാണ്. ഞാൻ തൊട്ടിട്ടില്ല.
നീ തന്നെ എന്താ ആ നീ തന്നെ തെറ്റ് പറ്റാത്തത് ഞാനേ ഉള്ളൂ. അപ്പൊ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതെ 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 ക്ഷമിച്ചിരിക്കുന്നു. ഷെഫ് പറഞ്ഞ അതിനപ്പുറമൊന്നുമില്ല. ചങ്ങായി ഇപ്പൊ മലബാറിലെ നല്ല വമ്പുള്ള ചെമ്മീനുണ്ട് തറവാട്ടിലെ. ഇങ്ങനെയാണ് ചെമ്മീന് ഇളക്കേണ്ടത്. അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോളി. കണ്ടില്ല എന്ന് പറയരുത്. ഇങ്ങനെയാണ് ഇഞ്ചി എന്തൊക്കെയോ ആക്കേണ്ടത്. എന്തോ ഒരു പാത്രത്തിലിട്ടാണ്ട് കുത്തി എന്തൊക്കെയോ ആക്കുന്നുണ്ട്. ഇഞ്ചിന്റെ വെളുത്തുള്ളിന്റെ പേസ്റ്റ് ആണ് എല്ലാരും ഉപയോഗിച്ചേക്കുന്നത്. ഞാനത് പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചതച്ചെടുക്കുന്നു, അത്രേ ഉള്ളൂ. വാ ഇവിടെ കറിവേപ്പില ഭയങ്കര ക്ഷാമമാണ്. അമ്മ എപ്പോഴും പറയും നാട്ടിൽ വരുമ്പോ കറിവേപ്പില കൊണ്ടുവരണം. കറിവേപ്പില എടുത്ത് വെച്ചു, പക്ഷെ കൊണ്ടുവന്നില്ല. വെയിറ്റ് കൂടിയ എടുത്ത് മാറ്റി. കറിവേപ്പില ഒരു ചുമട് കറിവേപ്പില നമ്മൾ എടുത്ത് വെച്ചില്ലേടാ നോക്കൂ. കറിവേപ്പില ഇല്ല. ഇത് പുതിയ റിംഗ് ലൈറ്റ്. ഇതിന്റെ വില എന്ന് പറഞ്ഞാല് നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റൂല. ചട്ടിപ്പറമ്പ് മാർക്കറ്റിലുള്ളവർക്കാണ് ചിന്തിക്കാൻ പറ്റൂ, അല്ലാത്തവർക്കൊന്നും പറ്റൂല. ഇതൊരു മാമന്ന് കേട്ടോ ഫുഡ്. സംഭവം നല്ലതാണ്. ഇന്ന് തന്നിക്കണം എന്തായാലും. മാമ എന്ന് പറഞ്ഞ ഉമ്മ എന്നെ അർത്ഥം. ഇവിടെ അറബികള് മാമാന്ന് വിളിച്ചാ, നാട്ടിലത്തെ മാമരല്ല. അറബികള് മാമാന്നാണ് വിളിച്ചിട്ടുണ്ട്. ഇത് മാമാന്ന അരി, ഇത് മാമാന്ന ഓംപ്ലേറ്റ് ആണ് തോന്നുന്നത്. ഇത് മാമാന്ന ഉണ്ണിയപ്പത്തിന്റെ ഇതാണ്. അത് ദേവചേച്ചി അരി. മുട്ടയെ കുറിച്ച് പറയാണെങ്കിൽ മുട്ട ഒരു നല്ല മുട്ടയാണ്. ഇവന്റെ മുടി വെട്ടണം എന്ന് ആഗ്രഹമുള്ള ഒരു കമന്റിൽ ഇടുക. മുട്ട അടിക്കണം എന്ന് ആഗ്രഹമുള്ളത്. അടുത്ത വീഡിയോ ഇവന്റെ മുട്ട അടിച്ചിട്ടാവും. നിങ്ങൾക്ക് ഇവന് മുട്ടടിച്ച് കാണണം എന്ന് ആഗ്രഹമുള്ളവരെന്ന് പറയാം. ഇത് മുട്ട എന്ന് പറയും, ചില ഇടങ്ങളിൽ മുട്ട എന്ന് പറയും. ഞാൻ ഇത്രയും കാര്യം മറ്റേ കോഴിക്കട്ട എന്ന് പറഞ്ഞാൽ ഇതാണ് വിചാരിച്ചത്. അപ്പൊ കോഴിക്കട്ട ഇതല്ല, വേറെയാണ്. ഇത് ആദ്യത്തെ എനിക്കിത് എത്ര കിട്ടീനി? എനിക്കിത് കണക്കിലിത് കിട്ടിക്കണു, പിന്നെ ഇത് മറ്റേ കെമിസ്ട്രിയിൽ കിട്ടിക്കണു, ഇംഗ്ലീഷിൽ കിട്ടിക്കണു, എല്ലാം അങ്ങനെ അത്യാവശ്യത്തിലാണ് കിട്ടിക്കണേ. മുട്ട എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുട്ടക്ക് ഒരു ഇതുണ്ട്, എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമ്മളെ നാട്ടിലെ പോലെ മുട്ടക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല. പിന്നല്ലേ ഇത് റൂം. വാ എന്താ നോക്കിക്കണേ. മുജേ കളിക്കാണ്ടോ? പെസ്സളിച്ചുള്ള ഒരു മെസ്സേജ് മുജീനായിട്ട്. മുട്ട ഉണ്ടോ? മുട്ടുകാല് വറക്കും, അങ്ങനെയാണ് മുജിയില്ലേ? Every piece of food. കേട്ടോ ദീനോസർ സീനാണ്. അപ്പൊ ഫ്രിഡ്ജ് ഒരു നാട്ടി കൊടുക്കേ. ഫ്രിഡ്ജ് ടൂറ്. ഇതാണ് നമ്മളെ ഫ്രിഡ്ജ്. ഇത് 2 നില ഉണ്ട് കേട്ടോ ഫ്രിഡ്ജ്. 2 അറിയുള്ള ഫ്രിഡ്ജ്. ഇത് റിഷാദിന്റെ ഇത് റിഷാദിന്റെ മസാല. ഇത് റിഷാദിന്റെ മസാലയാണ്. അടുത്തടി തരും. അച്ചാർ മുജീബിന്റെ അച്ചാർ. നിങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടോ? ഇത് 2ാമത്തെ തട്ട്. തലയെ കൊണ്ടിട്ട് കാശ്മീരിൽ കിട്ടും ഇങ്ങനത്തെ കോട. ബ്ലൂ കളറിലെ നിറച്ച് ചെമ്മീനാണ്. ഈ ചെമ്മീനാണ് നമ്മൾ ഈ ചെമ്മീനായിട്ട് ഒന്ന് കറി വെക്കണേ, അല്ല ബിരിയാണി വെക്കണേ ദേവ ചേച്ചി. ബിരിയാണി
ചെമ്മീൻ റൈസ്. ഇപ്പൊ മഞ്ഞ് കാണാൻ ആഗ്രഹമുള്ളവര് മൂന്നാർക്കൊന്നും പോവാൻ നിൽക്കണ്ട. കോട ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ തന്നെ. ഇത് സർബത്ത്. ഇത് ആനന്ദ് നമ്മുടെ ഇത് ആനന്ദ് നമ്മുടെ ചമ്മന്തിക്കട എന്നൊരു ഹോട്ടലുണ്ട്. ഇത് ഞാൻ സംസാരിക്കാം. ഞാനൊരു പീടികയിലെ സർബത്ത് കുടിച്ചാൻ പോയി. ഓല 5 റംസിനെ കൊടുത്തേ. ഞാൻ എന്താക്കി, ഈ സാധനം ഒരു ഗ്രോസറി ഒരു ബക്കാലെ പോയി കണ്ട് വാങ്ങിയിട്ട് 5 റംസിനെ വാങ്ങി. ഇതിപ്പോ ഞാൻ ഒറ്റ കണ്ടായി കുടിക്കുന്നുണ്ട്. 5 ഉറുപ്പ്യ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഫുള്ളുണ്ടായ ബോട്ടിലാണ്. ആനന്ദ് ഇപ്പൊ ഒരു സർബത്തിന് 5 റംസ്. ഞാൻ 5 റംസിന് ഈ കുപ്പിനോട് വാങ്ങി സർബത്തിന്റെ. എത്ര പ്രാവശ്യം കുടിച്ചു? ഞാനിപ്പോ ഒരു 10-30 പ്രാവശ്യം കുടിച്ച് ഞാൻ ആനന്ദം കണ്ടെത്തിയിട്ടുണ്ട്. ആ, അത് അല്ലെങ്കിൽ ആനന്ദേട്ടന് ഇത്തിരി ബുദ്ധി കൂടുതലാന്ന് എല്ലാരും പറയും. നിഷ്കളങ്കമായ മനസ്സാരും കാണാതെ പോകരുത്. ഈ എവിടെ വാടാ ബാ ഫൺ ബോൾ വാതിലോ ചിലരിങ്ങനെ പറയും എന്തൊക്കെയോ പറയും. നിക്കറിയില്ല എന്താ പറയാ. ഇത് മല്ലി ചേച്ചിന്റെ വീക്ക്നെസ് മല്ലി. മതിയാവും തോന്നുന്നു. ഇർഫാൻ ബോൾ ഇർഫാൻ ഇത് നമ്മളെ സ്വന്തം ഫ്രിഡ്ജില് തണുപ്പിച്ച വെള്ളാണ്. പൊട്ടണ ഇത് പറഞ്ഞാൽ ഇത് ഈ കുപ്പിക്കൊരു പ്രത്യേകത. ഇത് പൊട്ടോ ചില്ല് എപ്പോഴും ചില്ലായി കണ്ട ഞങ്ങള് ചില്ലിന്റെ ഉപ്പി എടുക്കല്. ഇത് ബിരിയാണിക്കട അരിഞ്ഞ വെച്ചിക്കണ എന്ത് അരിഞ്ഞ വെച്ചിക്കണ ഇത് ഏത് ഉള്ളി. ഇത് അതിന്റെ അപ്പുറത്ത് ബിരിയാണിയുടെ ഉള്ള ഉപ്പ്. കളിച്ചോ. ഇത് ചേച്ചി മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യാൻ വേണ്ടിട്ട് കണ്ണാപ്പി റീൽ ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിയതാണ്. ചെറുതൊന്നും പോരാ വലുതന്നെ വേണമെന്ന് പറയണേ. നിങ്ങളെ റീൽസിനെ പറ്റി എന്താണ് നിങ്ങളെ അഭിപ്രായം? നല്ല അഭിപ്രായം. സ്വന്തം കണ്ടുനോക്കിയിട്ടുണ്ടോ റീൽസ് എപ്പോഴേലും? അത് ക്രിഞ്ച് കാന്തായി പുതിയ പേര്. അങ്ങനെയൊക്കെ ട്രെൻഡ് പായി. എന്തൊക്കെയാ നിങ്ങളൊന്നും ഇപ്പോഴും 2018 നിങ്ങൾ കയറി പോന്നിട്ടില്ല. ഇപ്പോഴും 2018 മ്യൂസിക്കലി അത് കഴിഞ്ഞിട്ട് ഷൗക്കത്തില് വന്നു. അപ്പൊ മ്യൂസിക്കലി ബന്ധാക്കി. ഷൗക്കത്തലികൾ കാണുന്നുണ്ടെങ്കിൽ എനിക്കും കൊണ്ടുപോയി. ഇത് മാമന്ന കേക്ക് കിട്ടോ. മാമന്ന കേക്ക് ഇപ്പൊ കച്ചോണ്ട് കറങ്ങി തിന്നെ സ്റ്റീലിന്റെ പാത്രം കൊണ്ടാണ് ഈ പരിപാടി. അപ്പൊ 40 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വ്ളോഗ്. അത് കുഴപ്പമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു സമയമുള്ളവര് മാത്രം കണ്ടാൽ മതി. ഇപ്പൊ ഇതാണ് ഫൈനലി ചെമ്മീൻ. കൊഞ്ച് ഫ്രൈ ചെയ്തത് മാറ്റാണ് കേട്ടോ. ചെമ്മീനല്ലേ രണ്ടൊന്നാ? നമ്മുടെ അവിടെ കൊഞ്ചെന്ന് പറയും, ചെമ്മീൻ അങ്ങനെ പറയിട്ടില്ല, കൊഞ്ചെന്നാണ്. ചെമ്മീൻ എന്ന് പറയും, ഞാൻ പറയും, ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ. അല്ലടാ, നമ്മുടെ കൊല്ലത്ത് മാത്രമേ ജസ്റ്റിസ് ഫോർ ചെമ്മീൻ. എന്താ പറയുന്നത്? ഞാൻ തിന്നല് മാത്രമേ ഉള്ളൂ. ജസ്റ്റിസ് ഫോർ ചെമ്മീൻ. കൊല്ലത്താണ്. കൊല്ലത്ത് നിങ്ങൾക്ക് അറിയോ? കൊല്ലത്ത് പപ്പടത്തിന് ഒരു അടി ഉണ്ടാവലുണ്ട്. കൊല്ലത്ത് കൊല്ലംകാര് കണ്ട ഞാൻ ആലപ്പുഴ കേട്ടോ. അപ്പൊ ആലപ്പുഴക്കാർക്ക് ഇതാവൂലേ, സങ്കടാവൂലേ? ഇതാ ചെമ്മീന്. കൂടുതൽ പറയാനൊന്നുമില്ല, നല്ല രസമുണ്ട്. നോക്കിയിട്ടില്ല, കാല കണ്ടപ്പോ നല്ല രസമുണ്ട്.
എണ്ണ തോനെ ആയില്ലല്ലോ. ഈ എണ്ണ എടുക്കണോ വേണ്ടേ നിങ്ങൾ കമന്റ് എടുക്കണം, അതിനകത്ത് തന്നെ ബാക്കി ചെയ്യണം. ഇതിലാണ് ബാക്കി ചെയ്യണ്ടേ. എങ്ങനെ നന്നാവുക എല്ലാരും ആരേലും നെഗറ്റീവാണല്ലോ. മൊത്തം പറയുന്നത്. ഇപ്പൊ ഈ ഉള്ളി ഇതാക്കണത് കാണാം. ഇതാണ് ഉള്ളി. ഉള്ളി ഇങ്ങനെയാണ് ഇതാക്കുക, ഇളക്കുക. നമ്മള് ചെമ്മീൻ വറുത്തിട്ടുണ്ടായിരുന്ന മസാലയിൽ തന്നെയാണ് ഉള്ളി വഴറ്റിയെടുക്കുന്നത്. ഉള്ളി മാത്രല്ല, റൈസും ഇതിനകത്ത് തന്നെയാണ് ഇടേണ്ടത്. ഇതിനകത്ത് ഇനി ഉപ്പ് ചേർക്കണം. ചെമ്മീന്റെ ഉപ്പ് ഇതിനകത്ത് കാണത്തില്ല, എണ്ണയ്ക്കകത്ത് ഉപ്പ് കാണൂലല്ലോ. റൈസ് മാത്രല്ല, ഞങ്ങൾ ഇനി വേണമെങ്കിൽ പലതും ഉണ്ടാക്കും. ഇല്ല റൈസ്. ഇതാണ് നമ്മളെ എക്സ്റ്റൻഷൻ ബോർഡ്. നിങ്ങൾക്ക് ഞാൻ ഈ റൂമിന്റെ മുക്കും മൂലയും ഞാൻ കാട്ടിത്തരും. ആനന്ദേട്ടനെ പോലെ ഒരാളുണ്ടാവുമ്പോ നിങ്ങൾ ആരും പൊടിക്കേണ്ട ആവശ്യമില്ല. ആനന്ദേട്ടനെ ഇവിടെ എന്ന് പറഞ്ഞാൽ കിണറ്റിന്നൊന്നും വെള്ളം കിട്ടൂല. ഈ എന്താ പൈപ്പിൽ വരുന്ന വെള്ളം നമുക്ക് വിശ്വസിച്ച് കുടിച്ചാലും പറ്റൂല. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാൻ വാങ്ങിയേക്കും എല്ലാ റൂമിലും. അതിനിപ്പം ബില്യനർ ആണെങ്കിലും മില്യനർ ആണെങ്കിലും മിഡിൽ ക്ലാസ് ആണെങ്കിലും ഈ ഒരു സാധനം എല്ലാവരുടെ പേരയിലും ഉണ്ടാവും. പിന്നെ തക്കാളി വേണം കേട്ടോ. സവോള വഴറ്റുന്നു കുറച്ചൊന്ന് ആ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേന് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുന്ന അതിനകത്ത് ഇട്ട് കൊടുക്കും. പിന്നെ അത് കഴിയുമ്പോഴത്തേന് തക്കാളി ഇട്ട് കൊടുക്കും. കാണിച്ചു തരാം. ഇതാണ് തക്കാളി. തക്കാളി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളി. തക്കാളി ഇപ്പൊ മേടിച്ചിട്ടുണ്ടോ? ഇപ്പൊ സമയം തരാ. ഇപ്പൊ സമയം നൽത്ത അതേ സമയം. ബഹുമാനപ്പെട്ട കാശി വരുന്നുണ്ട്. കരയലടാ അപ്പച്ചിയോ. ഇവിടുത്തെ നമ്മളെ നാട്ടിൽ ഗ്യാസ് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഗ്യാസ് അടി തരങ്ങൾക്ക് നിങ്ങളെ ഗ്യാസ് ശരിക്കും വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷെ കാശ് വൃത്തിയേടാക്കുന്നതാണ്. ഓ ഉറങ്ങി കഴിയുമ്പോ ഇവിടെ നല്ല വൃത്തി ഉണ്ടാവും. ഓ നീച്ച കഴിഞ്ഞാൽ വൃത്തിയേടാവും. ഒരു പൊട്ടനാതാ കുട്ടീനെ പറഞ്ഞു. ആ കരിങ്കാളിയല്ലേ വാഴണ പെണ്ണാളെ കൊടുവാളെടുത്ത് അത് അടി കൊടുക്കേ. അന്റെ ടെക്നിക്ക് തൊള്ളോണ്ടുള്ള അത് അടി കൊടുക്കേ. ഇവന്റെ അടിയത്തെ ഇല്ലണ്ടോളിട്ടോ. അത് അടി കൊടുത്താ പല്ല് അത് അടി കൊടുക്കേ. കാട്ടി കൊടുത്താ ആരോ അടിച്ച് തിരിച്ചൊരു സൈഡിലേക്ക് വെച്ചുകളൂ. ആർക്കും നല്ല തിരിപ്പിക്കല്. ഞാന് ഇവണ്ണം കണ്ടപ്പോ പേടിയാവും. കുട്ടികളൊക്കെ എന്തായാലും പേടിച്ചു. കുട്ടികളെ നോക്കാൻ ഒഴിവില്ലാത്ത രണ്ട് ദമ്പതികൾ അല്ലേ? എങ്ങനെ പറയേ ദമ്പതികൾ ആ കുട്ടികളെ നോക്കാത്ത ആരോ ഉണ്ട്. എന്താ പറയാനുള്ളത്? പറഞ്ഞോ പറയാ വർത്താനം പറയാ. ഇഞ്ചി വെളുത്തുള്ളിയും ചായച്ച് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ചായച്ച് ഞാൻ പറഞ്ഞോളൂ. എനിക്ക് പേര് പറഞ്ഞ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചായച്ചത്. ഒരു മിനിറ്റ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇനി അതൊന്ന് മൂത്ത് വരണം. അതിന്റെ ആ ഒരു പച്ചമണം മാറുമ്പോഴത്തേന് നമുക്ക് മല്ലിയില തക്കാളി ഇട്ട് കൊടുക്കണം.
തക്കാളി റെഡിയാണ്. തക്കാളി ഇട്ട് കൊടുക്കാൻ വെയിറ്റിംഗ് ആണ് ഞങ്ങള്. ഉപ്പ് കുറവാണോ? അല്ല, കുറവില്ല, ഒരു കുറവില്ല, നല്ല ഉപ്പുണ്ട്. ഇത് ഈ മൈക്ക് വർക്കായിട്ടില്ലേ കോമഡി. ഇന്നലെ മൈക്ക് വർക്കായില്ലായിരുന്നു. ഇന്നലെ ഞങ്ങൾ കാര്യമായിട്ട് വീഡിയോ ഒക്കെ എടുത്തു, പക്ഷെ മൈക്ക് വർക്ക് ചെയ്തില്ല. അപ്പൊ തക്കാളി ഇട്ടതിന് ശേഷം കാണാം. എടാ 16 Pro Max ഉണ്ടല്ലോ, അത് ഹീറ്റ് ആവും ഇതുപോലെ? ഫോണില്ലാതെ ഹീറ്റ് ആവും. കൺട്രോള് ഇത് പഴയ വെർഷൻ ആയതുകൊണ്ടായിരിക്കുമല്ലേ? 13 ഇങ്ങനത്തെ കാലി സീരീസ് എടുക്കരുത്. 13, 14, 12 അങ്ങനത്തെ 15 പ്രോ പ്രോ സീരീസ് ആണ് ഒന്നും കൂടി നല്ലത്. എടുക്കുകയാണെങ്കിൽ ഒന്നും നല്ല പ്രോ സീരീസ്. നമ്മുടെ കയ്യിലിരിക്കാൻ 13 ആണ്. 13 പ്രോ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. ആർക്കും അറിയാത്തൊരു ഫാക്ട് ഞാൻ പറഞ്ഞു കേട്ടോ. എല്ലാവരും അത് അറിഞ്ഞ് കണ്ടും ചെയ്യാം. പെര വിറ്റിട്ട് ഫോൺ വാങ്ങുകയാണെങ്കിലും പ്രോ സീരീസ് വാങ്ങുക. അതെ, അല്ലെങ്കിൽ പെരയും പോവും ഫോണും പോവും. ഇത് കണക്ക് കൊണ്ടു നടക്കും. നമുക്ക് ഐഫോൺ കയ്യിലുണ്ട് എന്ന രീതിയിൽ കൊണ്ടു നടക്കും, അത്രേ ഉള്ളൂ. ഇതിനകത്ത് സ്റ്റോറേജ് ഇല്ല. ഞാൻ എടുക്കുന്ന വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത വീഡിയോസ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇന്റെ മാതിരി S24 Ultra, S25 Ultra ഞാൻ 25 കൊള്ളൂലെന്ന്. നല്ല ഫോണാണ്. അവൻ പിന്നെന്താ അത് എന്താ പറയാ, ഓരോരുത്തരും അങ്ങനെയാണ്. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടാ. ഉപ്പൊക്കെ ഒരു ലോഡ് ഇടുന്നുണ്ട്, അറിയാവുന്ന നമുക്ക് ഫുഡ് ആയിക്കഴിഞ്ഞാൽ നോക്കാം. കടലിൽ പോണു, വെള്ളം കൊണ്ടോ ഉപ്പുവെള്ളം അങ്ങോട്ട് ഇളക്കിയാലോ. ഇന്നലെ ഒരു സാധനം ഉണ്ടാക്കിയായിരുന്നു, സീൻ കപ്സ ഗ്രാഫഡ് കൂടി കപ്സന്റെ സീൻ സാധനം. പക്ഷെ വീഡിയോ നിങ്ങൾക്ക് കിട്ടിക്കണോ അറിയില്ല. പക്ഷെ അടിപൊളി സാധനം. ഇന്നലെ ഭയങ്കര ബിസിയാണെന്ന്. കാര്യം നമ്മൾ 12 മണിക്ക് കട അടയ്ക്കുന്ന 12 മണിക്കാണെന്നുണ്ടെങ്കിൽ 11:45 സാധനമൊക്കെ മേടിച്ചിട്ട് റൂമിലേക്ക് വന്നിട്ട് പിന്നെ എടിപിടിയെല്ലാം ചെയ്യലെടുക്കലൊക്കെ. ചേച്ചി ഉള്ളതുകൊണ്ടിട്ട് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. ഫ്രണ്ടിന്റെ താജുഖാന്റെ വൈഫ് ചേച്ചി ഉള്ളതുകൊണ്ടിട്ട് ഒരുവിധം എനിക്ക് പണി കുറഞ്ഞു കിട്ടി. ചേച്ചി അളക്കലും പിടിക്കലും വറക്കലും ഒക്കെ ചേച്ചി തന്നെ ചെയ്തു തന്നത്. സത്യം പറഞ്ഞ അരി വെച്ച് നിന്നു. പോടാ. തക്കാളി ഇട്ട് കൊടുത്തോട്ടാ. തക്കാളി ഇട്ട് കൊടുത്തു. 5 മിനിറ്റോളം ഇത് മൂടി വച്ചിരിക്കണം, ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഫ്ലെയിം എത്ര തരത്തിലുണ്ട്? ഹൈ ഫ്ലെയിമും ലോ ഫ്ലെയിമും രണ്ടും. ഈ കുക്കിംഗ് തുടങ്ങി വരുന്നോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? തുടങ്ങി വരുന്ന ആൾക്കാരോട്, ഒരു ഷെഫ് എന്ന നിലയിൽ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു വക അറിയില്ല. ആകെ മുട്ട വറുക്കാൻ അറിയാം, മാഗി ഉണ്ടാക്കാൻ അറിയാം, വേറെ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു താളത്തിൽ അങ്ങ് പഠിച്ചു പോകും. പ്രത്യേകിച്ച് ഞാൻ ഷാൻജിയോ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ടാണ് എല്ലാം പഠിച്ചത്. ഇപ്പൊ എല്ലാതും അറിയാന്നാണ് വിചാരം. അറിയില്ല, ഞാൻ ഇപ്പോഴും യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ആ വീഡിയോ എടുത്തത്. പോടാ ഊളെ, പിന്നെ കളിയൊക്കെ ഒരു കാര്യമില്ല, വെറുതെ ഫുഡ് ഇതൊക്കെ കഴിക്കണം. ഞങ്ങളെ സമ്മതിക്കണം, അവാർഡ് വല്ലതും തരണം. സത്യം പറഞ്ഞതും പോരാ, പിന്നെ അങ്ങോട്ട് കഴിക്കണം. എന്താ തരണം പറ. എന്താണ് ഞാൻ വന്നാട്ടിയെ ചെമ്മീനൊക്കെ കോലം കണ്ടോ? പക്ഷെ രസമില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. അല്ല, രസമില്ലെങ്കിൽ സാമ്പാർ നല്ല ടേസ്റ്റ് ആവും. അപ്പൊ നമുക്ക് കൈമക്ക് അടിക്കുക. ക്യാമറ ബഹുമാനപ്പെട്ട മുജിക്ക് കുറെ കമന്റ് ഒക്കെ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരും ഓനെ കളിയാക്കല്ലേ കേട്ടോ. കാണുന്നവര്, ഓനെ പേഴ്സണൽ ആയിട്ട് അറിയണവര്, പാവം ചെക്കനായി. ആർക്കെന്താ പറയാളേ? ബസ്സുകളിൽ ആനന്ദം കണ്ടെത്തി കൊടുക്കാണ്. ഇവന്റെ ബസ്സിന്റെ സ്കോഡ് ആടി തരാട്ടോ. സ്കോഡ് ആടി കൊടുത്താ ഇതിലൂടെ സ്കോഡ് ആട്ടി കൊടുക്കേ. സ്കോഡ് ആട്ടി കൊടുക്കേ. ബസ് കളിക്കണവരുണ്ടെങ്കിൽ പറയാ. വിസ്കാ ബാഴ്സ, വിസ്കാൽ കത്തലോണിയ,
അണ്ണനുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ സെന്റർ ഫോർവേഡിൽ അണ്ണനുണ്ട്, റൈറ്റ് വിങ്ങില് ബെയിലുണ്ട്, ലെഫ്റ്റ് വിങ്ങില് കവറാട്ടിക്ക, അത് അങ്ങനെ എന്നിട്ടാണ് അവന്റെ പേര്. പിന്നെ നമ്മളെ റൊണാൾഡീനോ ഉണ്ട് DMF-ല് സാബി അലോൺസോ, AMF-ല് മറ്റേ റൈറ്റ് സൈഡ് AMF-ല് ലയണൽ ആൻഡ്രിയാസ് മെസ്സി, ഇവിടെ ലെഫ്റ്റ് ബാക്കില് ഹെർണാണ്ടസ് ഉണ്ട്, പിന്നെ ബെക്കംവേർ ഉണ്ട്, പിന്നെ ഗവാർഡിയോള ഉണ്ട്, പിന്നെ ബി വൈറ്റ് ഉണ്ട്, പിന്നെ ഇവന് വിക്ടർ ബയ ഗോൾ കീപ്പർ. കുട്ടി ഇവിടെ കരയണു, എന്നിട്ടും സുഖിച്ചു കേക്കില്ല. സിനിമ ആണ്. പറഞ്ഞു നല്ല അടിപൊളിയായിട്ടുണ്ട് ഇർഫാനെ, കളി. പറഞ്ഞോ ഒന്നും പറയാനല്ല, അടിപൊളി. മുജീബേ റിപ്പീറ്റ് വേണ്ട, ഒന്നും പറയാനില്ല, അടിപൊളി. എടേ നീ കളിയാക്കിയല്ലോ. നല്ലുണ്ട്.